സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ കണ്ട ക്രിസ്തുയായി തീരട്ടെ. എനിക്കേറെ വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, സുവിശേഷത്തിലെ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ വിഷമമായതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിലെ കർത്താവിൻ്റെ അടയാളങ്ങളെ മുഴുവൻ മത്തായി ചുരുക്കി പറയുകയാണ്. അവൻ്റെ അടുക്കിലേക്ക് മുടന്തർ, വികലാംഗർ, അന്ധർ, ഊമകൾ, സർവ്വവിധ രോഗങ്ങളും സർവ്വവിധ വ്യാധികളുമുള്ളവരെ കൊണ്ടുവരപ്പെട്ടു. അവൻ അവരുടെ ഒക്കെ മേൽ കരങ്ങൾ വെച്ചു. അവർക്കൊക്കെ സൗഖ്യം ലഭിച്ചു. ഒരുപക്ഷെ കർത്താവ് സഹിക്കുന്ന മനുഷ്യരോട് കാണിക്കുന്ന വലിയ സർഗാത്മകമായിട്ടുള്ള അനുകമ്പയാണിത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ശുശ്രൂഷകളിലൊക്കെ എനിക്ക് നമ്മോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലായിരിക്കുമ്പോഴും ഈ ശുശ്രൂഷകൾ ശ്രദ്ധിക്കുമ്പോഴും നിങ്ങളുടെ പ്രതിസന്ധികൾ കർത്താവ് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളോടാണ് കർത്താവ് സംസാരിക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ വാക്കുകൾക്കുള്ളിലെ കർത്താവ് സംസാരിക്കുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടാണ്. നിങ്ങളുടെ ദുഃഖങ്ങളിലെ നിരാശപ്പെടാതെ കർത്താവിലേക്ക് പ്രത്യാശയോടുകൂടെ നോക്കൂ മക്കളെ. നിങ്ങളുടെ ദുഃഖങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. അതെല്ലാം അവിടുന്ന് സുഖപ്പെടുത്തുന്നവനാണ്. കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ശിരസ്സുകളെ നമിക്കാം. ഈ ശുശ്രൂഷകൾ കേൾക്കുന്ന മക്കൾ അനുഭവിക്കുന്ന ദുരന്തങ്ങള്, ദുരിതങ്ങള്, ആകുലതകള്, ആദികള്, വ്യാധികള് എല്ലാം ഏറ്റെടുത്ത് അവർക്ക് സൗഖ്യം നൽകണേ. കർത്താവെ, പൗരോഹിത്യന്റെ കൈവെപ്പിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വരദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ മക്കളുടെ മേൽ വർഷിക്കപ്പെടുന്ന ഈ അനുഗ്രഹത്തെ നീ ആശീർവാദമാക്കി മാറ്റണേ. നിന്റെ സാന്നിധ്യം അവർക്ക് ബലം നൽകട്ടെ. നിന്റെ പിതാവിന്റെ വാത്സല്യം അവരനുഭവിക്കട്ടെ. നിന്റെ വാഗ്ദാനമായ പരിശുദ്ധ റൂഹായുടെ വരദാനങ്ങൾ കൊണ്ട് നിന്റെ മക്കളെ നീ ബലപ്പെടുത്തണമേ. ആമേൻ. ഹല്ലേലൂയ. ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഒത്തിരിയേറെ ആനന്ദത്തോടെയാണ് ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. 63-ാം സങ്കീർത്തനം 4-ാം വചനത്തിൽ ഇപ്രകാരം ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുകയാണ്: എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഈ വചനത്തിൽ പരിപൂർണമായും ആശ്രയിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ നിരവധിയായ ആവശ്യങ്ങളെ, നിയോഗങ്ങളെ എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ പരസ്പരം നമുക്ക് കോർത്തു പിടിക്കാം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമായ കർത്താവിന്റെ സാന്നിധ്യം ആവോളം അനുഭവിച്ച് ഒരുമിച്ച് ആരാധിക്കുന്നു. ഹല്ലേലൂയ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം എന്നേശുവേ. കർത്താവെ, അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും വിശുദ്ധീകരിക്കണമേ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. അങ്ങേ എല്ലാ നന്മകളെയോർത്ത് നൽകുന്ന പരിശീലനങ്ങളെക്കാൾ നന്ദിയാ. അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ.
മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ മധ്യേ വ്യാപരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് സ്വരമുയർത്തി യേശുവിനെ വിളിക്കും മക്കളെ. യേശുവേ, യേശുവേ, യേശുവേ. നാളിതുവരെ നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് നന്ദി പറഞ്ഞേ. കർത്താവ് നൽകിയ സൗഖ്യത്തെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യം അഭിഷേകമായി അഗ്നി പടരട്ടെ. സൗഖ്യമായത് വെളിപ്പെടട്ടെ. രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. പൈശാചിക ആധിപത്യ അധികാരം പോരുകൾ അഗ്നിചാരമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ വിശുദ്ധ മിഖായേലേ, വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റാഫയേലേ, യേശുനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം സുഖൂക്ഷിയും ഞങ്ങൾക്ക് ലഭ്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. എല്ലാം മറന്ന് അഭിഷേകം നിറവിൽ ആത്മാവിനെ വിളിക്കാൻ പരിശുദ്ധാത്മാവേ ശക്തിയോടെ പ്രവർത്തിക്കണമേ. ദിവ്യ ഊഹ റിവ ശംഖ ലബര ശക്രിയ റുഹന്തലവ വില 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 വില. എല്ലാ കെട്ടുകളും അടിയട്ടെ, എല്ലാ ദുഃഖങ്ങളും അടിയട്ടെ. അഭിഷേകം ശക്തിയോടെ വെളിപ്പെടട്ടെ. പെരുമഴ പോലെ പെയ്യട്ടെ. ഓരാത്മാവിലേക്കും പെയ്യട്ടെ. ഓരോ കുടുംബങ്ങളിലേക്കും പെയ്തിറങ്ങട്ടെ. അഭിഷേകത്തിന്റെ അഗ്നിമഴ പെയ്തിറങ്ങട്ടെ. Bless, bless, bless Lord. Hallelujah, hara hara. Bless, anoint in the name of Jesus. Hallelujah, 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 hallelujah. പ്രിയ ദൈവമക്കളെ, ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം നൽകുന്ന പരിശീലനത്തെക്കുറിച്ചാണ്. ദൈവവചനത്തിലെ വളരെ പ്രാധാന്യമുള്ളൊരു സന്ദേശമാണിത്. ഹെബ്രായ പുസ്തകം 12-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ്: ഭൗമിക പിതാക്കന്മാർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ച് സമയം നമ്മെ പരിശീലിപ്പിച്ചു. എന്നാൽ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്നത് നമ്മുടെ നന്മയ്ക്കും തന്റെ പരിശുദ്ധിയിൽ നാം പങ്കുകാരാകുന്നതിനും വേണ്ടിയാണ്. ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുകയാണ്. എന്തിനാണ് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത്? ഹെബ്രായ പുസ്തകം 12:8 ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് കാണാൻ പറ്റും. വചനം പറയുകയാണ്: എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്താനങ്ങളാണ്. അപ്പൊ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മൾ അവന്റെ മക്കളായതുകൊണ്ടാ. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം 1-ാം വചനത്തിൽ ഈ ഭൗമിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ പറ്റും. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. ഇതൊരു ട്രെയിനിങ്ങാ. ഇത് അപ്പൻ തന്റെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിന്റെ ആ ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. ആ മക്കൾക്ക് ശിക്ഷണം കൊടുക്കുന്നു, അവരെ കറക്റ്റ് ചെയ്യുന്നു, ചിലപ്പോൾ അവർക്ക് അടിവെച്ച് കൊടുക്കുന്നു. ഇതെല്ലാം പരിശീലനത്തിന്റെ ഭാഗങ്ങളാ. തുടർന്ന് എന്താ പറയുന്നത്? വളർന്നു വരുമ്പോൾ ആ മകൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു. എത്ര കൃത്യ ദൈവത്തിന്റെ വചനം. വീണ്ടും 2-ാം വചനത്തിൽ പറയാ: മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. അപ്പൊ ഭൗമിക പിതാക്കന്മാരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കൊക്കെ എന്തോ ഒരു അടിയ ചെറുപ്പത്തിൽ കിട്ടിയിരിക്കണം അല്ലേ? ചിലർക്ക് നല്ല ഓർമ്മയുണ്ടാകും. എന്തിനാണ് ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഹെബ്രായ പുസ്തകം 12:10 കാണാം. 2 കാര്യങ്ങൾക്ക് വേണ്ടിയാ. ഒന്ന്, അത് നമ്മുടെ നന്മയ്ക്കു വേണ്ടിയാണ്. നമ്മുടെ നന്മയ്ക്കു വേണ്ടിയാണ്. നമ്മുടെ ശുഭകരമായ ഭാവിക്ക് വേണ്ടിയാണ്. നമ്മൾ പക്വതയുള്ളവരാകാൻ വേണ്ടിയാണ്. നമ്മൾ ആത്മീയമായ എല്ലാ നന്മകളും അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും പരിശീലിപ്പിക്കുന്നത്. 2, നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റുവാൻ വേണ്ടിയാണ്. എന്റെ വ്യക്തിപരമായൊരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇപ്രകാരം സന്തോഷത്തോടെ കർത്താവിന്റെ വചനവുമായി നിൽക്കുന്നുവെങ്കിൽ ഇതിന്റെ പുറകിൽ ഒരു വലിയൊരു പരിശീലനത്തിന് സമയമുണ്ട്. ഇപ്പോഴും ദൈവം പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്റെ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഞാനൊരു ബിസിനസ് മേഖലയിലോട്ട് കടന്നു.
ആ സമയത്തും അല്പസ്വല്പമൊക്കെയായി സുവിശേഷ വേല, ദൈവരാജ്യ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ബിസിനസിന്റെ ഒരു പ്രത്യേക സമയത്ത് നല്ല രീതിയിൽ ബിസിനസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം എന്നോട് പറഞ്ഞു, പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി നിന്റെ ജീവിതത്തെ നീ എനിക്കായി സമർപ്പിക്കുക. ഇത് കൃത്യതയോടുകൂടിയുള്ള കർത്താവിന്റെ സ്വരമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇതുപോലെ തോന്നുന്നില്ല അമ്മേ. എനിക്ക് അമ്മയെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം എൻ്റെ ആത്മീയ ജീവിതത്തിലും പേഴ്സണൽ ലൈഫിലൊക്കെ എൻ്റെ അമ്മയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അതുപോലെ അമ്മ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോഴും അമ്മയുടെ പ്രാർത്ഥനയും വാത്സല്യവും ഒക്കെ എന്നെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അമ്മയോട് ഈ അനുഭവം ആദ്യം പങ്കുവെച്ചു. അമ്മ ആദ്യം ഒന്ന് ചിന്തിച്ചു. അമ്മ പറഞ്ഞു, നോക്കട്ടെ, പറയാന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, കർത്താവ് അത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തെ നീ പൂർണ്ണമായും ഈശോയ്ക്ക് കൊടുത്തോളം പറഞ്ഞു. ഞാൻ എൻ്റെ ആത്മപിതാക്കന്മാരുമായി ആലോചിച്ചു. അവരും പറഞ്ഞു, ഇത് ദൈവസ്വരമാണ്. അങ്ങനെ കർത്താവിന്റെ സ്വരം മനസ്സിലാക്കി ബിസിനസ് ഉപേക്ഷിച്ച് എന്റെ ജീവിതത്തിലുള്ള ദൈവവിളിയെ തിരിച്ചറിഞ്ഞ് എന്റെ ജീവിതത്തെ ഞാൻ പൂർണ്ണമായും എന്റെ കർത്താവിനങ്ങ് സമർപ്പിച്ചു. ആ ദിവസങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുക. എന്തൊരു ത്രില്ലായിരുന്നു. വളരെ സന്തോഷത്തിന് ദിവസങ്ങളായിരുന്നത്. കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. ഈ സമർപ്പണം എന്ന് പറയുന്നത് അത്ര നിസാരപ്പെട്ട കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ കർത്താവ് എന്താ ചെയ്തെന്നറിയോ? ബിസിനസ് ഉപേക്ഷിച്ച ബിസിനസ്സും ഇല്ല, ഒരു 3-3.5 വർഷക്കാലം ശുശ്രൂഷയുമില്ലാതെ എന്നെ കർത്താവ് അങ്ങ് ഇരുത്തിക്കളഞ്ഞു. നാട്ടുകാരുടെ മുൻപിൽ, വീട്ടുകാരുടെ മുൻപിൽ, പ്രിയപ്പെട്ടവരുടെ മുൻപിൽ, ബന്ധുമിത്രങ്ങളുടെ മുൻപിൽ, ഇടവകക്കാരുടെ മുൻപിൽ ഒരു നോക്കുകുത്തിയായിട്ട് എന്നെ കർത്താവ് അങ്ങ് ഇരുത്തി. ചിലപ്പോ നമ്മൾക്ക് ചിന്തിക്കും, ഇതുപോലെ ദൈവം പ്രവർത്തിക്കും. എന്തിനാ? നമ്മുടെ നന്മയ്ക്ക്. നമ്മൾ യഥാർത്ഥത്തിൽ ദൈവസ്നേഹത്തിന്റെ തീപ്പൊരികളായി മാറാൻ. ഇതല്ല, ഇതിന്റെ അപ്പുറം കർത്താവ് ചെയ്യും. ഇത് സ്നേഹമാണ്. ഇത് കർത്താവിന്റെ സ്നേഹമാണ് നമ്മോടുള്ളത്. രാത്രികാലങ്ങളിൽ ഇടവക പള്ളിയിൽ പോയി എന്റെ ഇടവക വികാരിയച്ഛനെ, ബഹുമാനപ്പെട്ട ആന്റണി ആലുക്കച്ചൻ, ഞാൻ എന്റെ വികാരിയച്ഛനെ അന്ന് സ്നേഹത്തോടു കൂടി ഡാഡി എന്ന് വിളിച്ചത്. ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ ഡാഡി എന്ന് വിളിക്കണേ. അച്ഛനോട് പറയാം, അച്ഛാ, എനിക്ക് ദിവ്യകാര്യം എഴുന്നള്ളിച്ച് വെച്ച് തരണം. എന്റെ കണ്ണീരും എന്റെ അവസ്ഥയൊക്കെ കണ്ട് ആലുക്കച്ചൻ ദിവ്യകാരനും എഴുന്നള്ളി വെച്ച് തരും. സക്കരയുടെ മുമ്പിൽ പോയി രാത്രി മുഴുവൻ ദിവ്യകാരൻ ഈശോയെ നോക്കി കരച്ചിലാണ്. കർത്താവെ, നീ പറഞ്ഞിട്ടാണ് ഞാൻ സുവിശേഷ വേലയ്ക്കായി ജീവിതം സമർപ്പിച്ചത്. എന്നെ ഒറ്റപ്പെടുത്തുന്നു, അപമാനിക്കുന്നു. ഞാൻ പറയുന്നത് അനേകർക്ക് നെഗറ്റീവായി തോന്നുന്നു. എന്ത് ചെയ്താൽ എന്ത് പറഞ്ഞാലും അത് മുഴുവൻ പ്രശ്നമായിട്ട് മാറാം. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പലരും ഇതുപോലെയുള്ള ചില അനുഭവങ്ങൾ കടന്നുപോയ സഹോദര, ഇത് എന്റെ അനുഭവമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ചിന്തിക്കുന്ന പലരെ ഈ ശുശ്രൂഷയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ കണ്ണുനീരിന്റെ കഷ്ടപ്പാടിന്റെയും കാലം ഒരു ഡെസർട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ നാളുകളിൽ എന്നെ ശക്തിപ്പെടുത്തിയ 2-3 വചനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഏശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാമത്തെ തിരുവാക്യം. അവിടെ എന്താ വചനം പറയുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തുടങ്ങി. എനിക്ക് മനസ്സിലായി, ഇതെന്റെ കർത്താവിന്റെ പരിശീലനമാണ്. എന്നെ നല്ലൊരു ശുശ്രൂഷകനാക്കി മാറ്റാൻ, സഭയ്ക്കൊരു അനുഗ്രഹമാക്കി മാറ്റാൻ, ഒരു പക്വതയുള്ളവനാക്കി മാറ്റാൻ, എന്നെ എളിമ പഠിപ്പിക്കാൻ, അനുസരണമുള്ളവനാക്കാൻ, വിശ്വാസത്തിൽ ആഴപ്പെടുത്താൻ എന്റെ കർത്താവ് നൽകുന്ന ട്രെയിനിങ് ആണെന്ന് മനസ്സിലാക്കാൻ പതുക്കെ പരിശുദ്ധാത്മാവ് കൃപ തരാൻ തുടങ്ങി. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. വീണ്ടും നിയമവർത്തന പുസ്തകം 32-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ വചനം പറയുകയാണ്, കൂടി ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു, പരിശീലിപ്പിക്കുന്നു. എങ്ങനെയാ കഴുകൻ തന്നെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നത്? നല്ല മുള്ളുകളും മരച്ചില്ലകൾ കൊണ്ട് തന്റെ കൂട് നിർമ്മിച്ച് വളരെ മൃദുലമായ പ്രതലം, തന്റെ മാറിൽ നിന്ന് കൊത്തിയെടുത്ത തുവലുകൾ കൊണ്ടുണ്ടാക്കിയ പ്രതലത്തിൽ തന്റെ കുഞ്ഞുങ്ങൾ അത് കിടത്തുകയാണ്. കഴുകൻ കുഞ്ഞുങ്ങൾക്ക് എന്തൊരു സുഖാണെന്നറിയോ?
നല്ല സുന്ദരമായ വളരെ കംഫർട്ടായ ഒരു അവസ്ഥ, യാതൊരു അല്ലിലും അലച്ചിലുമില്ല, ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിങ്ങനെ അവരിങ്ങനെ സുഖിച്ച് നല്ല സുഖിയന്മാരായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഭക്ഷണം കഴിക്കി കിടന്നുറങ്ങുക. കാരണം എന്താ? ഈ മുള്ളുകളൊന്നും കുത്തിക്കയറാത്ത വിധത്തിൽ ഈ തുവലുകൾ കൊണ്ട് ആ സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലം കഴുകൻ നിർമ്മിക്കും. ഈ പ്രതലത്തിലാണ് കഴുകൻ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചിങ്ങനെ കിടന്നുറങ്ങുന്നത്. നാളുകൾ കഴിയുമ്പോൾ തള്ളക്കഴുകന് ഒരു ആഗ്രഹം, ഈ കഴുകൻ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഈ സുന്ദരമായ പ്രതലത്തിൽ ഇങ്ങനെ കിടന്നാ മതിയോ? തന്നെ പോലെ ഇത് പറക്കണ്ടേ, തന്നെ പോലെ ഈ കുഞ്ഞുങ്ങൾ വളരണ്ടേ, തന്നെ പോലെ ഈ കുഞ്ഞുങ്ങൾ ആകേണ്ടേ? ഒരു ദിവസം അപ്രതീക്ഷിതമായ ഒരു കാര്യം കഴുകൻ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അതെന്താണെന്നറിയോ? തള്ളക്കഴുകൻ ഈ കൂടിന്റെ മുകളിൽ തന്റെ ശക്തമായ ചിറകുകൾ വിരിച്ചു പിടിക്കും. ഈ ചിറകുകൾ ഇങ്ങനെ ശക്തമായിട്ട് അത് അടിക്കാൻ തുടങ്ങും. കൂടി ചലിപ്പിക്കും. ഈ ചെറുകടിയുടെ ശക്തിയിൽ സോഫ്റ്റ് ആയിട്ടുള്ള തുവലുകളെല്ലാം പറന്നു പോകും. മുള്ളുകളും മറ്റ് ചില്ലകളും കമ്പുകളൊക്കെ ഈ കഴുകൻ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ഇങ്ങനെ കുത്തിക്കയറാൻ ഒരു കീ 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 എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങും. ഈ കഴുകൻ കുഞ്ഞുങ്ങൾ ചിന്തിക്കുക, എന്തൊരു തള്ളയാ, നമ്മളോടൊരു സ്നേഹമില്ലേ എന്ന് കഴുകൻ കുഞ്ഞുങ്ങൾ ചിന്തിക്കുക. പക്ഷേ തള്ളക്കഴുകന് ഒരു ലക്ഷ്യമുണ്ട്, തള്ളക്കഴുകന് ഒരു ഉദ്ദേശമുണ്ട്. അത് തന്റെ കുഞ്ഞുങ്ങളുടെ നാശമല്ല, തന്റെ കുഞ്ഞുങ്ങളുടെ നന്മയാണ്, തന്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയാണ്, തന്റെ കുഞ്ഞുങ്ങൾ തന്നെ പോലെ ആകണമെന്നുള്ള വലിയ പ്രതീക്ഷയാണ്. ദൈവമക്കളെ, ഇതുപോലെ തന്നെ ദൈവം നമ്മളെ പരിശീലിപ്പിക്കുന്നത്. ദൈവം ചില കഷ്ടതകൾ അനുവദിക്കുമ്പോൾ, ചില വേദനകൾ അനുവദിക്കുമ്പോൾ, ചില സകലത്തിന്റെ തീച്ചൂളിയുടെ കടന്നു പോകാൻ ദൈവം നമ്മളെ അനുവദിക്കുമ്പോൾ നമുക്ക് തോന്നാം, ഈ ദൈവം സ്നേഹമുള്ളവനാണോ, ഈ ദൈവമാണ് കരുതുന്നെന്ന് പറയുന്നവൻ, ഈ ദൈവമാണ് പരിപാലിക്കുന്നവൻ. ദൈവം സ്നേഹിക്കുന്നവനാണെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ തൊഴിൽ, എന്റെ ശുശ്രൂഷ, എന്റെ ഭാവി എന്തുകൊണ്ട് ഇതുപോലെയായി? എന്തുകൊണ്ട്? ഒരു ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുന്ന വിധത്തിൽ പല സംശയങ്ങളും പല വേദനയുടെ അനുഭവങ്ങളൊക്കെ നമുക്ക് വരാം. എന്നാൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട് മക്കളെ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ നന്മയാണ്. നമ്മൾ അവനെ പോലെ ആകുവാനാ, തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനോട് സദൃശ്യമുള്ളവരായി നമ്മൾ അനുരൂപരാക്കി മാറ്റാൻ പല പരിശോധനകളും നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കും. ഇത് സഹനങ്ങളല്ല, ഇത് നമ്മളെ നശിപ്പിക്കാനല്ല, ഇത് ദൈവത്തിന് സ്നേഹമാണ് തിരിച്ചറിഞ്ഞ് ദൈവമക്കളെ സ്വരമുയർത്തി ഒരു മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. ഈ കുത്തിക്കീറുന്ന വേദനയിൽ നിന്നോ എങ്ങനെയെങ്കിലും രക്ഷ കിട്ടിയാൽ മതി. കഴുകൻ കുഞ്ഞുങ്ങളെ ചിന്തിക്കുക ഇല്ലേ? നമ്മൾ പലപ്പോഴും ചില സഹനങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇന്ന് പലരും ധ്യാനം കൂടാൻ വരെ പോകുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? സഹനം ഒഴിവാക്കാനാ, വേദന ഒഴിവാക്കാനാ, കഷ്ടത ഒഴിവാക്കാനാ. ഇതൊക്കെ കർത്താവ് ഒഴിവാക്കും. ദൈവത്തിന്റെ സമയത്തിൽ ദൈവം പ്രവർത്തിക്കട്ടെ. നമ്മുടെ സമയത്തിലേക്ക് കർത്താവിനെ വലിച്ചിഴച്ച് കൊണ്ടുവരരുത് പ്ലീസ്. അത് അപകടമാണെന്ന് മനസ്സിലാക്കുക. ഈ കഴുകൻ കുഞ്ഞുങ്ങള് കൂട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് കടന്നാൽ മതി ചിന്തിക്കുന്ന സമയത്താണ് തള്ളക്കഴുകൻ കൊത്തിയെടുത്ത് ഈ കഴുകൻ കുട്ടിയെ തന്റെ മുതുകിൽ വെക്കുന്നത്. കഴുകൻ കുഞ്ഞിന് സന്തോഷമായോ, നല്ല സുന്ദരമായ ഒരു യാത്ര. ഈ കഴുകൻ കുഞ്ഞിനെയും കൊണ്ട് തള്ളക്കഴുകൻ ആകാശത്തിന്റെ അനന്തതയിലോട്ട് പറക്കുകയാ, മുകളിലോട്ട് ഇങ്ങനെ പറക്കുകയാ. കഴുകൻ കുഞ്ഞ് നോക്കുമ്പോൾ സുന്ദരമായ കാഴ്ചകള്, വിശാലമായ ആകാശം, ഒരുപാട് താഴ്വരകള്, സുന്ദരമായ കാഴ്ചകൾ കണ്ട് എന്തെന്നില്ലാതെ ത്രില്ലടിച്ച് കഴുകൻ കുഞ്ഞിങ്ങനെ സന്തോഷിക്കുന്ന സമയത്ത് തള്ളക്കഴുകൻ പതുക്കെ ഇങ്ങനെ പടർന്ന് ഒറ്റ ഒരു ഡൈവിങ്. ഈ ഡൈവിങ് ചെയ്ത സമയത്ത് കഴുകൻ കുഞ്ഞിന്റെ പൊസിഷൻ തെറ്റി കഴുകൻ കുഞ്ഞ് താഴോട്ട് പോരുകയാണ്. താഴോട്ട് പോരുമ്പോൾ കഴുകൻ കുഞ്ഞ് നോക്കുമ്പോൾ താഴെ പാറക്കെട്ടുകള്, മുള്ളുകള്, വലിയ കൂറ്റൻ ഭീമാകരമായ പാറകള്. കഴുകൻ കുഞ്ഞ് ചിന്തിച്ചു, അവസാനിച്ചു, തന്റെ ജീവിതം അവസാനിച്ചു, താനിതാ തീരാൻ പോവുക, താനിവിടെ അവസാനിക്കാൻ പോവുക. ഇങ്ങനെ ചിന്തിച്ച കഴുകൻ കുഞ്ഞിങ്ങനെ പെട്ടെന്ന് ഈ പാറക്കെട്ടുകളുടെ മുകളിൽ ഇങ്ങനെ വിഴാറാകുന്ന സമയത്ത് ഇത് അപ്രതീക്ഷിതമായ വിധത്തിൽ തള്ളക്കഴുകൻ തന്റെ വിരിച്ച ചിറകുകളിൽ വീണ്ടും ആ കുഞ്ഞിനെ വഹിക്കുകയാണ്. കുഞ്ഞ് അത്ഭുതപ്പെട്ടു. ഓ, ഈ പ്രാവശ്യം എന്തായാലും രക്ഷപ്പെട്ടു. ഇതുപോലെ എന്തുമാത്രം ദൈവം നമ്മളെ രക്ഷിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എന്ന് തീർന്നു പോകേണ്ടവരാ. ഈ ലോകം വിട്ട് തന്നെ പോകേണ്ട പലരും ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നീ പോയില്ല? അതാണ് ദൈവത്തിന്റെ കരുണ. വീണ്ടും തള്ളക്കഴുകിന് വീണ്ടും ആവർത്തിക്കും, വീണ്ടും ഇതുപോലെ ചെയ്യും, വീണ്ടും ആവർത്തിക്കും. കുറെ സമയങ്ങൾ കഴിയുമ്പോൾ അവസാനം കഴുകൻ കുഞ്ഞ്
തള്ളക്കഴുകനെ പോലെ ഇതാ പയ്യെ പയ്യെ ചിറക് വിരിക്കും, ചിറക് വിരിക്കും, ചിറക് വിരിക്കും, ചിറക് വിരിക്കും. അങ്ങനെ തന്റെ അമ്മയെ പോലെ, തന്റെ തള്ളക്കഴുകനെ പോലെ ഈ കഴുകൻ കുഞ്ഞെ ആകാശത്തിന്റെ അനന്തതയിലേക്ക്, വിശാലതയിലേക്ക് ചിറകടിച്ച് ഉയരും. ഈ ഉയർന്ന് പറക്കുന്നത് കാണുമ്പോൾ തള്ളക്കഴുകിന് എന്തെന്നില്ലാത്തൊരാനന്ദം. അപ്പോഴാണ് കഴുകൻ കുഞ്ഞിന് മനസ്സിലാവുന്നത് ഈ പ്രോസസ്സ് മുഴുവൻ, ഈ പരിശീലനം മുഴുവൻ എന്നെ പറക്കാൻ പഠിപ്പിക്കാനായിരുന്നു, അമ്മയെ പോലെ ആക്കുവാനായിരുന്നു. ദൈവമക്കളെ, നിയമാവർത്തന പുസ്തകം 32:11 വലിയൊരു മെസ്സേജാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. ഇതെല്ലാം അവന്റെ പരിശീലനമാണ്. ഞാൻ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് സ്നേഹത്തോടെ പങ്കുവെക്കുക. ഇതുപോലെ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുവെങ്കിൽ, ഇന്നുമുണ്ട് ഞെരുക്കങ്ങളും കഷ്ടതകളും സഹനങ്ങളൊക്കെ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ എല്ലാം കടന്നു വരാറുണ്ട്. പക്ഷേ ആ ഒരു 3-3.5 വർഷത്തെ ശരിയായ മരുഭൂമി പരിശീലനം, ഞാനതിന്റെ കൂടുതൽ ആഴങ്ങളിലോട്ട് പോകുന്നില്ല, അതെന്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിച്ചതാണ്. നമ്മൾ നാടൻ ഭാഷയിൽ പറയില്ലേ, തീയിൽ മുളച്ചത് വെയിലത്ത് വാടുമെന്ന്. അതുപോലെ അഗ്നിയുടെ ചൂളയിൽ, സഹനത്തിന്റെ, ഞെരുക്കത്തിന്റെ, കഷ്ടതയുടെ, അപമാനത്തിന്റെ, കണ്ണുനീരിന്റെ, ഒറ്റപ്പെടുത്തലുകളുടെ, തിരസ്കരണത്തിന്റെ തീച്ചൂളയിലൂടെ കർത്താവ് പരിശീലിപ്പിച്ചു. ആ പരിശീലനങ്ങൾക്കായി ഇന്ന് ഞാൻ കർത്താവിന് നന്ദി പറയാ. അതിനാൽ ദൈവമക്കൾ, നിങ്ങൾ ആരും അസ്വസ്ഥരാകേണ്ട, ആരും കലങ്ങണ്ട. ഇതെന്തുകൊണ്ട് നിങ്ങൾ ചോദ്യം വേണ്ട. ദൈവം നമ്മൾ എന്തിനാ പരിശീലിപ്പിക്കുന്നത്? നമ്മളിലുള്ള ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരുവാനാ, നമ്മളെ തെളികളാക്കി മാറ്റാൻ, നമ്മുടെ മാറ്റ് കൂട്ടാൻ, നമ്മളിലുള്ള ദൈവശക്തിയെ കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ കർത്താവ് നമ്മളെ പരിശീലിപ്പിക്കുന്നത് മറ്റൊന്നിനും കൊണ്ടല്ല. ദൈവമക്കളെ, ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന എല്ലാ പരിശീലനങ്ങൾക്കായി നന്ദി പറയാ. ആരോടും ഒന്നിനോടും പരാതിയില്ലാത്ത ഒരു ആനന്ദത്തിന്റെ ജീവിതമായി നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് മാറ്റാം. അതിനായി ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.